നിങ്ങൾക്ക് ഇവിടെ കാണാം ടോട്ടൽ സെയിൽസ് എനിക്ക് ആകെ ലഭിച്ചിരിക്കുന്ന സെയിൽസ് എന്ന് പറഞ്ഞാൽ 1,28,818 US$ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 1,20,818 US$. നമുക്ക് ഏകദേശം ഒരു 76 ഇപ്പോൾ 79 രൂപയുണ്ട്. എന്നാലും ഒരു ആവറേജ് 76 രൂപ വെച്ച് നമ്മൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം 97,90,000 എനിക്ക് ഓൾറെഡി ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് സജിൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സജിൽസ് ടെക് സെന്റർ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫൈവറിൽ ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്ത കാറ്റഗറീസ് ആണ്. അതായത് ഏകദേശം 1 year മേലെ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട് ഈ ഫൈവറിലെ ഈ ഒരു ഒറ്റ അക്കൗണ്ടിൽ നിന്ന്. ഏകദേശം 3 അക്കൗണ്ടുകളോളം എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ യാതൊരു പ്രോബ്ലം ഫൈവറിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏകദേശം ഒരു 4 വർഷമോ 5 വർഷം മുമ്പ് അവർ പുതിയ റൂൾസ് കൊണ്ടുവന്നു. ഞാനിപ്പോൾ ആദ്യമൊക്കെ ചെയ്തിരുന്നത് ഓരോ കാറ്റഗറിക്കും ഓരോ അക്കൗണ്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്. സെയിം പേപ്പാൽ അക്കൗണ്ടോ അല്ലെങ്കിൽ പൈനർ അക്കൗണ്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ആ ഒരു സമയം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, സിംഗിൾ അക്കൗണ്ട് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ട് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പ്രൂഫ് കാണിച്ചു തരാം. എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫൈവറിൽ നിന്ന് മാത്രമുള്ളത്, അതായത് ഫൈവറിൽ ലാസ്റ്റ് 3rd അക്കൗണ്ടിൽ നിന്ന് മാത്രമുള്ള ഒരു പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതുകൂടാതെ ഏതൊക്കെ ടൈപ്പ് വർക്കാണ് ഞാൻ ആദ്യം മുതൽ ഇതുവരെ ഫൈവറിൽ ചെയ്തത്, അതിൻ്റെ കാറ്റഗറിയും സബ് കാറ്റഗറിയും ആണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, ഈ കാറ്റഗറീസിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ 1 by 1 കാറ്റഗറി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈവറിൽ ഞാൻ ഏതൊക്കെ ടൈപ്പ് വർക്കാണ് ചെയ്യുന്നത്, അതിലൂടെ എനിക്ക് കിട്ടിയ വരുമാനവും മറ്റു കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് നാളായിട്ട് ഞാൻ ഫൈവറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ടോട്ടൽ സെയിൽസ് എനിക്ക് ആകെ ലഭിച്ചിരിക്കുന്ന സെയിൽസ് എന്ന് പറഞ്ഞാൽ 1,28,818 US$ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫൈവറിൽ നിന്ന്, ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് മാത്രം. ആക്ച്വലി ഒരു 4 വർഷം മുമ്പ് എനിക്ക് 3 ഡിഫറെൻറ്റ് അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു ഫൈവറിൽ. അന്നൊന്നും നമുക്കിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ രണ്ടാമത് മൾട്ടിപ്പിൾ അക്കൗണ്ടൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഒരുപാട് പേര് അത് മിസ്യൂസ് ചെയ്യുന്നത് കാരണം അവരത് ബ്ലോക്ക് ചെയ്ത് ഒറ്റ അക്കൗണ്ട് ആക്കിയിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി 3 അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു അക്കൗണ്ടിൽ ഞാൻ ഡാറ്റ എൻട്രി റിലേറ്റഡ്, രണ്ടാമത്തെ അക്കൗണ്ടിൽ ഗ്രാഫിക് ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ, ലോഗോ ഡിസൈനിങ്, അതുപോലത്തെ ബ്രോഷർ ഡിസൈൻ മുതലായ സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നു. മൂന്നാമത്തെ അക്കൗണ്ടിൽ ഇതുപോലെ ആനിമേഷൻ വർക്കുകളായിരുന്നു ഞാൻ കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ അതിലും മറ്റു വരുമാനമൊക്കെ എനിക്ക് ലഭിച്ചിരുന്നു. ആദ്യമൊക്കെ ചെയ്ത ബ്രോഷർ വർക്കുകളൊക്കെ ഒരുപാട്, എനിക്ക് പോസ്റ്റർ വർക്കുകളൊക്കെ ഒരുപാട് കിട്ടിയിരുന്നു. ആ എമൗണ്ടൊന്നും കൂട്ടാതെയാണ് ഈ ഒരു എമൗണ്ട് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ ബാക്കിയുള്ള വർക്കുകൾ, ഏതൊക്കെ ടൈപ്പ് വർക്കുകൾ ഞാനിതിൽ ചെയ്തു, അതിൽ നിന്നെല്ലാം കിട്ടിയ വരുമാനമാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഫൈവറിൽ ഏതൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വരുമാനം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 1,28,818 US$. നമുക്ക് ഏകദേശം ഒരു 76 ഇപ്പോൾ 79 രൂപയുണ്ട്. എന്നാലും ഒരു ആവറേജ് 76 രൂപ വെച്ച് നമ്മൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം 97,90,000 എനിക്ക് ഓൾറെഡി ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫൈവറിൻ്റെ അനാലിറ്റിക്സ് ആണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓർഡറിന് ഏകദേശം $70 എനിക്ക് കിട്ടിയിട്ടുണ്ട്. $70 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഓർഡറിന് നമുക്കിപ്പോൾ US$ നോക്കിയാൽ 5,300 രൂപയോളം ഒരു ഓർഡറിന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ അതൊരു ആവറേജാണ്. ചില ഓർഡറുകൾ ഇപ്പോൾ $5 ഓർഡർ ഉണ്ടാവും, ചിലപ്പോൾ $300, $1,000 ഒക്കെ ഓർഡേഴ്സ് ഉണ്ടാവും. പക്ഷെ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ ആവറേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു ഓർഡറിൻ്റെ ആവറേജ് വാല്യൂ ആണ് ഈ കാണിക്കുന്നത്, $70 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2,314 ഓർഡേഴ്സ് എനിക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാസം ഞാൻ ഓർഡേഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, വർക്ക് വന്നിട്ടുണ്ട്, ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് ഇതിൽ സെയിൽസ് ഒന്നും കാണിക്കാത്തത്. ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് എമൗണ്ട് വരുമ്പോഴേ നമുക്കിവിടെ സെയിൽസിൽ ആ ഒരു എമൗണ്ട് കാണിക്കുള്ളൂ. അതുപോലെ തന്നെ ഡെമോഗ്രാഫിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ലെവൽ 1 ആണ്, ലെവൽ 2 ആയിരുന്നു. പക്ഷേ ഒരുപാട് നാൾ ഞാൻ ഇത് മൈൻഡ് ചെയ്യാതിരുന്നു. ഈ ഒരു ഫൈവർ അക്കൗണ്ട് ഞാൻ മറ്റേ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ കുറച്ച് നാൾ കളിച്ച് തരണം, ഇതിലധികം മൈൻഡ് ചെയ്യാതെ തരണം. ഒരുപാട് മെസ്സേജുകൾ ഞാൻ റിപ്ലൈ കൊടുക്കാത്തത് കാരണം എൻ്റെ റെസ്പോൺസ് റേറ്റ് ഒക്കെ കുറഞ്ഞത് കാരണം ലെവൽ 1 ഇപ്പോൾ ലെവൽ 2 ആകും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡെമോഗ്രാഫിക്സും മറ്റു കാര്യങ്ങളും. ഇന്ത്യയിൽ നിന്ന് 126 ഓർഡേഴ്സ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഡേഴ്സ് ലഭിച്ചിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. 1,206 ഓർഡേഴ്സോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാനഡ, ബ്രസീൽ, ലോകത്തെ മിക്ക കൺട്രികളിൽ നിന്ന് നമുക്ക് ഓർഡേഴ്സ് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. നൈജീരിയ, പോളണ്ട്, റഷ്യ, ഓസ്ട്രേലിയ ഒക്കെ.
അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത വർക്കുകളുടെ ഒരു കാറ്റഗറിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് ഞാൻ ഫൈവറിൽ തുടങ്ങിയപ്പോൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ലോഗോ ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കാറ്റഗറീസാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാം. ഇപ്പോൾ ലോഗോ ഡിസൈനിങ് ചെയ്യാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. ഇനി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ വളരെ സിമ്പിളായിട്ട് ലോഗോ ഡിസൈനിങ് ചെയ്യാനുള്ള ട്രിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ലോഗോ ഡിസൈനിങ്ങിന് ഇതെല്ലാം നല്ല സെല്ലേഴ്സാണ്. ഇവരെല്ലാം ഓരോ ഡിസൈൻസിനും ഇവർക്ക് കിട്ടുന്ന എമൗണ്ടാണ് ഈ കാണുന്നത്, $130, $70 എല്ലാം. അതുപോലെ തന്നെ ഇവരുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 60 ഓർഡർ ഇവർക്ക് ക്യൂ ആണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ $130 വെച്ചിട്ട്, ഇത് ബേസിക് എമൗണ്ടാണ്, ഇൻറ്റു 60 നോക്കുകയാണെങ്കിൽ ഏകദേശം $7,800 US വർക്ക് ഇവർക്ക് പെൻഡിങ് ആണ്. ഇയാൾക്ക് പെൻഡിങ് ആണ്, ഇപ്പോഴും ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ എത്ര ആയിരങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഇദ്ദേഹം ഓൾറെഡി ഇതിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഇതിൽ ഉള്ള ഒട്ടുമിക്ക ആളുകൾക്കും ക്യൂവും മറ്റു കാര്യങ്ങളുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 96 ഓർഡേഴ്സ് ക്യൂ ആണ്. ബേസിക് ഇദ്ദേഹം ചാർജ് ചെയ്യുന്നത് $70 ആണ്. അപ്പോൾ ലോഗോ ഡിസൈനിങ് വളരെ സെയിൽസ് ലഭിക്കുന്ന ഒരു കാറ്റഗറിയാണിത്. അതുപോലെ തന്നെ വളരെയധികം കോമ്പറ്റീഷനും കൂടിയുള്ള കാറ്റഗറിയാണ്. അപ്പോൾ അത്യാവശ്യം ഫോട്ടോഷോപ്പോ ഇല്ലസ്ട്രേറ്റൊക്കെ യൂസ് ചെയ്യാൻ അറിയാം എന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ലോഗോ ഡിസൈനിങ് ഫൈവറിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒരു ബേസിക് ഒരു കാറ്റഗറി നിങ്ങളെ പരിചയപ്പെടുത്താൻ, അല്ലെങ്കിൽ ഫൈവറിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ചില കാറ്റഗറീസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള ചില കാറ്റഗറീസാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് പോസ്റ്റർ ഡിസൈനിങ്ങാണ്. ഓക്കെ, ഇവിടെ പോസ്റ്റേഴ്സ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റർ ഡിസൈൻ വരും. നിങ്ങൾക്ക് കാണാം ഇതുപോലുള്ള പോസ്റ്റേഴ്സ് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിലൂടെ നല്ല രീതിയിലുള്ള ഏർണിങ്സ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇദ്ദേഹം ടോപ്പ് റൈറ്റേഴ്സിലാണ്. ഈ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇവൻറ്റ്, ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സാറ്റർഡേ നൈറ്റ് പാർട്ടി അല്ലെങ്കിൽ സൺഡേ നൈറ്റ് പാർട്ടിയൊക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അധികം ടൈമൊന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മറിച്ച് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് ഇതുപോലുള്ള പോസ്റ്റേഴ്സിന്. നമ്മൾ ആകെ ചെയ്യേണ്ടത് ക്ലയൻറ്റ് തരുന്ന ആ ഒരു ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്യുക. അവരിപ്പോൾ എന്തെങ്കിലും ഒരു ഇമേജ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമേജും കൂടി ഇതിൽ ആ ഒരു ടെംപ്ലേറ്റിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പോസ്റ്റർ ഡിസൈനിങ് കംപ്ലീറ്റ് ആവും. ഒരുപാട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വർക്ക് പോസ്റ്റർ ഡിസൈനിങ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഒരുപാട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് ഈ പോസ്റ്റർ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട്. പല പല ഫ്ലയേഴ്സ് ഉണ്ട്, പോസ്റ്റേഴ്സ് തന്നെ ഫ്ലയേഴ്സ് എന്നും പറയും ഇതിന്. ഇത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ഒരു വർക്കാണ്. അധികം കോമ്പറ്റീഷൻ കുറച്ച് കുറവുള്ളൊരു ജോബാണ് ഈ പോസ്റ്റർ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ടെംപ്ലേറ്റ്സ്, ആയിരക്കണക്കിന് ടെംപ്ലേറ്റ്സ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അത് തന്നെ നിങ്ങൾക്ക് എടുത്ത് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് ഇവൻറ്റ് പോസ്റ്റേഴ്സാണ്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇപ്പോൾ ഉണ്ടാവും ചില ഇവൻറ്റുകൾ. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റെക്കറിങ് ക്ലയൻസിന് നമുക്ക് കിട്ടും. അതായത് ഒരാളിപ്പോൾ ഒരു വർക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹം പുതിയൊരു വർക്ക് ചെയ്യിപ്പിക്കും. കാരണം വലിയ വലിയ കമ്പനീസുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആഴ്ചയിൽ 2 പോസ്റ്റേഴ്സൊക്കെ ആവശ്യം വരും. നമ്മളിവിടെ നോട്ടീസൊക്കെ കൊടുക്കുന്നത് പോലെ അവർ ഫ്ലയേഴ്സ് ഇൻ്റർനെറ്റിലൂടെ വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിലൂടെ അവർക്ക് കൂടുതൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ പോസ്റ്റേഴ്സ് അവർ എല്ലാ ആഴ്ചയും ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും റിപ്പീറ്റ് ഓർഡേഴ്സ് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് പോസ്റ്റർ ഡിസൈനാണ്. ഇനി വരുന്നത് റൈറ്റിംഗ് ജോബ്സ് ആണ്. അതായത് കോണ്ടൻറ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ റൈറ്റിംഗ് ജോബ്. ഇതും കുറച്ച് നാൾ ഞാൻ ചെയ്തിരുന്നതാണ്. ഇത് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്കുള്ള ഒരു കാറ്റഗറിയാണ്. ഇത് പല പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ വെബ്സൈറ്റിന് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിന് കുറച്ച് അറിവ് വേണം. കാരണം SEO റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതറിയാവുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതല്ലാത്തവർ ഇപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ വായിച്ച് മനസ്സിലാക്കി അവർക്ക് റീറൈറ്റ് ഒക്കെ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കോണ്ടൻറ്റിൻ്റെ ചെറിയൊരു ടൈറ്റിൽ തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എന്നൊരു ചെറിയൊരു ടോപ്പിക്ക് തരും. അത് വെച്ചിട്ട് നമ്മൾ ഒരു 500 വേർഡ്സോ അല്ലെങ്കിൽ 750 വേർഡ്സോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ജോബാണിത്. അത്യാവശ്യം ഇംഗ്ലീഷ് വായിച്ച് റീറൈറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസൈൻ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആർട്ടിക്കിൾസ്, ഫ്രീ ആർട്ടിക്കിൾസ് നമുക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഈസൈൻ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് റിലേറ്റഡ് ആയിട്ട്
ഒരുപാട് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിക്കിൾസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത് ഒരിക്കലും നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ക്ലയൻറ്റിന് കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ അവരുടെ വെബ്സൈറ്റിലൊക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാം 70 ഡെയിലി ഹാബിറ്റ്സ് യു ക്യാൻ ഡു ഫോർ ഹെൽത്ത് ഫിറ്റ്നസ് ആൻഡ് വെൽനസ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആർട്ടിക്കിൾ കാറ്റഗറി. ഒരുപാട് ആർട്ടിക്കിൾസ് ഇതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, അതൊന്ന് വായിച്ച് നോക്കുക ആ ഒരു ആർട്ടിക്കിൾ എന്താണെന്ന്. അതിനെക്കുറിച്ച് ഒന്ന് റീറൈറ്റ് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, റീറൈറ്റിങ്ങിന് സോഫ്റ്റ്വെയർസൊക്കെ ഉണ്ട്. പക്ഷേ ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർസ് നിങ്ങൾ യൂസ് ചെയ്യരുത്. അത് അവരുടെ വെബ്സൈറ്റിന്, ക്ലയൻറ്റിൻ്റെ വെബ്സൈറ്റിന് റിസ്ക് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, അതിന് സബ് കാറ്റഗറീസ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അലർജി, ഓൾട്ടർനേറ്റീവ് ആൻഡ് ആൻറ്റി ഏജിങ്, ആൻസൈറ്റി, ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിലെല്ലാം ഓരോ കാറ്റഗറിയിൽ നിങ്ങൾക്ക് നോക്കാം. 8000 ഇപ്പോൾ ഇയേഴ്സ് ഹിയറിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ 8435 ആർട്ടിക്കിൾസ് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർട്ടിക്കിൾസ് ഇതിൽ നിന്ന് എടുക്കാം, റീറൈറ്റ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ റീറൈറ്റ് ചെയ്തിട്ട് ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ജോബാണ് ഈ റൈറ്റിംഗ് കാറ്റഗറിയിൽ വരുന്നത്, അല്ലെങ്കിൽ റൈറ്റിംഗ് കോണ്ടൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇത് ഒരുപാട് ടോപ്പിക്കുകളുണ്ട് റൈറ്റിംഗ് സെക്ഷനിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SEO റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന റൈറ്റേഴ്സ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഏർണിങ്സ് ലഭിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി തന്നെയാണിത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇദ്ദേഹത്തിന് 8 ഓർഡർ ഇപ്പോഴും ക്യൂ ആണ്. ബേസിക് എന്ന് പറയുന്നത് $35 ആണ്. ഒരു 500 വേർഡ് ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ചാർജ് ചെയ്യുന്നത് $35 ആണ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന കാറ്റഗറീസ് ഉണ്ട്. 500 വേർഡ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ആൾക്ക് ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ആർട്ടിക്കിൾ. അപ്പോൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ എഴുതാൻ അറിയാവുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല ഏർണിങ്സ് ലഭിക്കാൻ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഇതിൽ ഒരുപാട് ഇപ്പോൾ സബ് കാറ്റഗറീസ്, പുതിയ ഒരുപാട് കാറ്റഗറീസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. ഇതിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൽ ആദ്യമൊക്കെ നല്ലൊരു കാറ്റഗറി ഉണ്ടായിരുന്നു. അതായത് ക്ലയൻറ്റ് തരുന്ന എന്തെങ്കിലും ഒരു പോസ്റ്റോ ഇമേജോ അവരുടെ കമ്പനിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു ആഡ് തരും. അത് നമ്മൾ ജസ്റ്റ് ഫേസ്ബുക്കിൽ വലിയ ഗ്രൂപ്പുകളിൽ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ജോബ് ഉണ്ടായിരുന്നു ആദ്യം. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേയ്മെൻറ്റ് എനിക്ക് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു കാറ്റഗറി ഇവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് പകരം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യാം, യൂട്യൂബ്, ലിങ്ക്ഡിൻ, അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ളവരുടെ ആഡുകൾ പ്രൊമോട്ട് ചെയ്യാം. അതിലൂടെ നല്ലൊരു വരുമാനം ലഭിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിരിക്കുന്ന ആളുകൾക്ക്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറി ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മറ്റുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം മാനേജ് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നത് ഇതുപോലുള്ള ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സൊക്കെ ആയിരിക്കും, ചില ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് ഏർണിങ്സ് ലഭിക്കുന്ന രീതിയിലും ചെയ്യാൻ സാധിക്കും. അതിന് പറ്റിയൊരു കാറ്റഗറിയാണ് ഈ ഡിജിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കാറ്റഗറി. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന സെക്ഷനിൽ 100 കണക്കിന് സബ് സെക്ഷൻസ് അല്ലെങ്കിൽ സബ് കാറ്റഗറീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് മിക്ക വീഡിയോസും ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് നാൾ മുമ്പ് ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ലോഗോ ക്രിയേഷൻ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ടീഷർട്ട് ഡിസൈനിങ് എങ്ങനെ ചെയ്യാം, ബിസിനസ് കാർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആവും. നമ്മൾ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് കിട്ടും. ഇനിയും റീഡു ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ് അതുപോലുള്ള ട്യൂട്ടോറിയൽസ്. അതുപോലെ മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വീഡിയോ ആൻഡ് ആനിമേഷൻ ആണ്. ഇതാണ് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. കുറേ നാളിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു, ഈ ഫ്രീലാൻസിങ് മറ്റ് ജോബിൽ നിന്ന്. ഞാൻ കൂടുതലും ക്രിപ്റ്റോ കറൻസി അതുപോലെ തന്നെ ട്രേഡിങ് സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറച്ചാളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഫ്രീലാൻസിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഇനിയും ഉണ്ടാകും. നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോ ആൻഡ് ആനിമേഷനിൽ ഒരുപാട് സബ് സെക്ഷൻസ് വന്നിട്ടുണ്ട്. വൈറ്റ് ബോർഡ് ആനിമേഷൻ, അതുപോലെ തന്നെ ക്യാരക്ടർ ആനിമേഷൻ, ഇൻട്രോ വീഡിയോ എന്നൊക്കെ ഒരുപാട് എമൗണ്ട് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്, ഒരുപാട് റവന്യൂ ഞാൻ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇൻട്രോ ആൻഡ് ഔട്ട്രോ വീഡിയോ സെക്ഷനിൽ നിന്ന്. അതുപോലെ തന്നെ വൈറ്റ് ബോർഡ് ആനിമേഷൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പുതിയൊരു കാറ്റഗറി NFT ആനിമേഷൻ എന്ന് പറഞ്ഞിട്ട്
പുതിയൊരു കാറ്റഗറി വന്നിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ പുതിയ സർവീസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെ പഠിപ്പിച്ചു തരാം എങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച്. ഏറ്റവും ബേസിക്കായിട്ട് ഏകദേശം $30-40 നമുക്ക് ബേസിക് എമൗണ്ട് അതിൽ നിന്ന് ഏൺ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരും ദിവസങ്ങളിൽ ഞാൻ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് വീഡിയോ ആൻഡ് ആനിമേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ NFT റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ കാറ്റഗറീസ് എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സെക്ഷനിൽ ഓൺലൈൻ ട്യൂട്ടറിംഗ് ഒക്കെ ചെയ്യാൻ അറിയാം എന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെക്ഷൻ കൂടി ട്രൈ ചെയ്യുക. ക്രാഫ്റ്റ് ലെസൺസ്, ഇപ്പോൾ വീട്ടിലിരുന്ന് ചെറിയ ചെറിയ ക്രാഫ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ലെസൺസ്, അതിൻ്റെ ഓൺലൈൻ ലെസൺസ് കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഏർണിങ്സ് ലഭിക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലൈഫ് കോച്ചിങ് ഉണ്ട്, പുതിയ പുതിയ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വരുമാനം ലഭിച്ചുള്ള കാറ്റഗറീസാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒന്ന് ഗ്രാഫിക് ഡിസൈൻ, അതായത് ലോഗോ ഡിസൈൻ, ഫ്ലയർ ഡിസൈൻ, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നീട് റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ ആർട്ടിക്കിൾ റൈറ്റിംഗ്, പിന്നെ വന്നിട്ട് വീഡിയോ ആൻഡ് ആനിമേഷൻ. ഈ 4 കാറ്റഗറിയാണ് ഞാൻ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ റൈറ്റിംഗ് ട്രാൻസ്ലേഷൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഇപ്പോൾ വീഡിയോ ആനിമേഷനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നിരുന്നാലും മറ്റുള്ള കാറ്റഗറീസിലൊക്കെ ഞാൻ പതുക്കെ ഒന്ന് കൈവച്ച് നോക്കാൻ പോവുകയാണ്. അതുകൂടാതെ നിങ്ങളെയും അത് പഠിപ്പിച്ചു തരാം എങ്ങനെ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പോൾ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. എന്തായാലും കൂടുതൽ ലെസൺസ്, ട്യൂട്ടോറിയൽസ് വരും ദിവസങ്ങളിൽ ഞാൻ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തായാലും ഒരുപാട് നാളായിട്ട് ഇപ്പോൾ കൊറോണ വന്നിട്ട് വർക്ക് കുറവായിരുന്നു, അതാണ് ഞാൻ കുറേ നാൾ ഇതിൽ മൈൻഡ് ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോഴും വർക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഫോക്കസിങ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളെയും അതിൽ എൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തരുന്നുണ്ട്. എന്തായാലും വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ള, ചില ആളുകൾക്ക് ഇതിൽ സർവീസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ആദ്യമായിട്ട് നിങ്ങൾ ഫൈവറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സർവീസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ചില വർക്കുകളെല്ലാം നമുക്ക് മൊബൈലിലൂടെ തന്നെ ചെയ്യാൻ സാധിക്കും. അത് പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ സംഘടിപ്പിക്കേണ്ടി വരും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ, ഫൈവറിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ, ഈ വീഡിയോയുടെ താഴെ ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഫൈവറിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ സർവീസുകൾ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള ഒരു സീരീസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അതിൻ്റെ പ്ലേലിസ്റ്റും ഉണ്ട്. ഇത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് ആ വീഡിയോസ് കണ്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കുക. അത്യാവശ്യം വർക്കുകളെല്ലാം ഇപ്പോൾ പഴയതുപോലെ വന്നു തുടങ്ങുന്നുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നിങ്ങൾക്ക് പറ്റിയ കാറ്റഗറി, നിങ്ങൾക്ക് അറിയാവുന്ന കാറ്റഗറിയും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാറ്റഗറി മാത്രം ട്രൈ ചെയ്യുക. അല്ലാതെ യൂട്യൂബ് വീഡിയോസൊന്നും കണ്ടിട്ട് നമ്മൾ പറയുന്ന രീതിയിലൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാറ്റഗറി മാത്രം നിങ്ങൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇതിൽ സക്സസ് ആകുള്ളൂ. അതുമല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾ ചെയ്യുക, എന്നാലും നിങ്ങൾ സക്സസ് ആവും. ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് പഠിച്ചിട്ടൊന്നുമല്ല, ഫുള്ള് യൂട്യൂബ് വീഡിയോസും അതുപോലെ തന്നെ മറ്റുള്ള ഫ്രീ ട്യൂട്ടോറിയൽസും പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ വർക്ക് ചെയ്ത് ഇത്ര എമൗണ്ടൊക്കെ എനിക്ക് ഏൺ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് ആയാലും മറ്റുള്ള ഫ്രീ ട്യൂട്ടോറിയൽസ് ആയാലും പഠിച്ചിട്ട് നല്ലൊരു സ്കില്ല് കയ്യിലുണ്ടായിട്ട് ഇതിൽ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. ഫൈവർ മാത്രമല്ല, അതുപോലുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. guru.com, പീപ്പിൾ പെർ ഹവർ, അതുപോലെ തന്നെ അപ്വർക്ക്, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അപ്വർക്കിലൊക്കെ സക്സസ് ആകാൻ കുറച്ച് പണിയാണ്, പക്ഷേ ഫൈവറിലൊക്കെ കുറച്ചുകൂടി പെട്ടെന്ന് സക്സസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് വർക്ക് അനുസരിച്ച് നല്ല രീതിയിൽ റവന്യൂ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.